ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാം കാടുകളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. കാടും കാട്ടുമൃഗങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാടിൻ്റെ സൗന്ദര്യവും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും എല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും ഇത് ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഇതൊക്കെ തന്നെയാണ്. ഈ കാടുകളിലേക്കെല്ലാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു ആന ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യും? അല്ലാൽ ആനയുടെ സ്വഭാവം എന്താണ്? കടുവ ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യും? കടുവ എങ്ങനെയാണ് ആനയെ പിടിക്കുന്നത്? കരടി എങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്? കരടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? പുലിയുടെ സ്വഭാവം എന്താണ്? കാട്ടുപോത്തുകൾ ആക്രമിക്കാൻ എന്തു ചെയ്യും? ഇതിൻ്റെ എല്ലാം ഒരു തനതായ സ്വഭാവവും രീതികളും ഒക്കെയുണ്ട്. ഇതെല്ലാം നമ്മൾ ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇന്ന് നമ്മുടെ പാണ്ഡ്യണ്ണനാണ്. 10-25 വർഷത്തോളം ടൈഗർ ട്രെയിൽ പ്രോഗ്രാമുമായിട്ട് പെരിയാർ ടൈഗർ റിസർവിൽ വാച്ചറായി ജോലി ചെയ്യുന്നു. അതിനു മുൻപേ കാട്ടുകൊള്ളക്കാരായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്, 10-35 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഇവരുടെ ഒരു അനുഭവവും മറ്റുമാണ് നമ്മളെന്ന് പറയുന്നത്. ഇവർ ഈ കാടിനെ അറിഞ്ഞ് രാത്രിയിലും പകലും എല്ലാം നടന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഏറെക്കുറെ കാടിൻ്റെ സ്വഭാവവും വന്യമൃഗങ്ങളുടെ ക്യാരക്ടറും എല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ പാണ്ഡ്യൻ ചേട്ടനോട് നമുക്ക് ഈ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഇവയുടെയൊക്കെ ആറ്റിറ്റ്യൂഡുകൾ, ക്യാരക്ടറുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരിക്കും ഈ വന്യമൃഗങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കടുവ ആനയെ എങ്ങനെ പിടിക്കുന്നത്? ആനയെ പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ ചെറുതായിട്ട് പയ്യെ പമ്മി വിടാൻ, കുഞ്ഞുങ്ങളെ ചെറുതായിട്ടൊന്ന് മാന്തി വിടും. ഇതിൻ്റെ ഈ കടുവാട് നഖത്തിന് ചെറിയൊരു പോയിന്റ് ഉണ്ട്. എത്തിക്ക് മാന്തി വിടുമ്പോഴത്തേക്ക് അങ്ങനെ ചോരങ്ങനെ വന്നുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ വീണ്ടും ഒന്നുകൂടെ പോകും. പിന്നെ 2 പ്രാവശ്യം മാന്തി കഴിയുമ്പോൾ ഈ കുഞ്ഞവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ 1-2 ദിവസങ്ങളിലൊക്കെ ആന അതിൻ്റെ കൂടെ തന്നെ കാണും. ഈ ചത്തുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം കാണും. പിന്നെ ആ ആന ഇട്ടിട്ടങ്ങ് പോകും. പിന്നെയാണ് കടുവ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നല്ലേ? അവ ഈ കുട്ടിയാനകളെ പിടിക്കുള്ളൂ. കുട്ടികളെ അതുപോലെ ഭയങ്കര പ്രായം ചെന്ന ആനയും പിടിക്കും. എങ്ങനെ പിടിക്കും? അവന് കയറി എപ്പോൾ തന്നെ അവൻ മാന്തി വിടും. അവിടെ ഇവിടെ മാന്തി വിടും. അല്ലെങ്കിൽ ചാടി അടിയെ കൊടുക്കും. അടിയെ കൊടുക്കുമ്പോഴത്തേക്ക് പോയിസണായി കൊടുത്തേക്കും. ഇതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നീര് ഒരു പക്ഷേ പസലയാണ് ആനയ്ക്ക്. നമ്മുടെ മാംസത്തിനെ പോലെ കട്ടിയുള്ള മാംസമല്ല ആനയ്ക്ക്. പ്രത്യേകിച്ച് ഒരു പതപ്പ് പോലെയുള്ള സാധനമാണ്. അങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെ ഈ നീര് വലിഞ്ഞാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിസണം. അങ്ങനെ ഇതിൻ്റെ വയ്യാതാകുമ്പോഴത്തേക്കും ചത്ത് വീഴുമ്പോഴാണ് കടുവ വീണ്ടും കഴിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് കടുവ കഴിക്കുന്നത്. അല്ലാതെ ഓടിക്കയറി ചാടിയൊന്നും അടിക്കുന്ന ഭാവമൊന്നുമില്ല. കടുവ കയറി ഒരു പോത്തിനെ പിടിച്ചാൽ ചാടി പമ്മി പോയിട്ട് പോത്തും കാണാൻ പാടില്ല, കടുവ മാത്രം അതിനെ പാടുന്നുണ്ട്. അവൻ ചാടിക്കയറി ഒറ്റപ്പെടുത്തോണി കഴിച്ചല്ലേ അവിടെ ഒരു കടി. പിന്നെ ജന്മം ചെയ്താൽ വിടില്ല. ആ പോത്ത് താഴെ വീഴണം. എന്നാലേ കടുവാനും വീഴത്തു. ശ്വാസം മുട്ടി കടിച്ചിവിടെ കൊണ്ട് കുറവളം കടിച്ച് പൊട്ടിക്കുകയാണ്. അത് 4 പല്ല് എങ്ങനെ പോയാലും ഇവിടെ പിടിച്ചിരിക്കും. ആ പല്ല് ഇതിൻ്റെ കുറവളത്തിൽ നിന്ന് ശ്വാസം മുട്ടി പോകുമ്പം അവിടെ കിടക്കും. ഞാൻ എൻ്റെ ബാക്ക് സൈഡ് വലിയ ഭയങ്കര ഹാർഡ് മീറ്റല്ലേ, എല്ലാ സ്ഥലത്തും ഈ പല്ല് കടിക്കാൻ പറ്റിയ എൻ്റെ ബാക്ക് സൈഡിൽ മാത്രം കടിച്ചിരും സോഫ്റ്റ്. അപ്പോൾ അവിടെ കുറച്ച് കടിച്ച് തിന്നും. 2-3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ പഴകും. അതിന് ജ്യൂസ് പോലെ ആവും മീറ്റ്. വാരി തിന്നും. അങ്ങനെ പണം വാരി കഴിക്കും. ഈ കടുവയുടെ അടിയുടെ പവറോ എങ്ങനെയാണ്? ഇപ്പം ഈ കടുവയ്ക്ക് 300 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു അടിക്ക് 1000 കിലോ വെയിറ്റാണ്. 1000 കിലോ വെയിറ്റ് അടിക്കാണ് അതിൻ്റെ അടിയുടെ പവർ. 300 കിലോ തൂക്കമുള്ള കടുവയുടെ അടിയുടെ വെയിറ്റ് 1000 കിലോ വെയിറ്റാണ് അടിക്കുന്നത്. അത്രയ്ക്ക് പവറുള്ള അടിയാണ് കൈ കൊണ്ട് വരുന്നല്ലേ? പാണ്ഡ്യണ്ണ, നമുക്ക് കടുവയെക്കുറിച്ച് എന്താ പറയാനുള്ള? ശരിക്കും കാട്ടിലൂടെ നടന്നു കഴിയുമ്പോൾ കടുവയെക്കുറിച്ച് പറയാനാണെങ്കിൽ കടുവ നമ്മളെ ആക്രമിച്ചിട്ട് മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല ഇന്നേ വരെ. എൻ്റെ അനുഭവത്തിൽ ഇവിടെ അതെ ഇന്നേ വരെ ഞാൻ മാക്സിമം ഒരു 10 അടി വരെ കടുവയും കണ്ടിട്ടുണ്ട്. കടുവ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കവളപ്പാറ മേടെന്ന് പറഞ്ഞാൽ കയറി പോകാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ മേട്ടിൻ്റെ ഡാമുകാരൻ്റെ തൊട്ടിപ്പുറയായിട്ട് ഞാനും 2 മല ഒരു കപ്പിൾസായിരുന്നു. അപ്പം ഡാം കണ്ടപ്പോൾ ഡാം കാണുന്ന മുമ്പായിട്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ഡാമെല്ലാം കണ്ടു കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അപ്പം കടുവ മാന്തി പോയിട്ടുണ്ട്.
പ്രഷർ കാഷ്ടമൊക്കെ ഉണ്ട്. ഇടം കടുവായി കാണാൻ ചാൻസ് ഉണ്ട്. ഒരു കടുവായി കാണുന്ന കാര്യം വെച്ചാൽ ഡാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായോ. മുല്ലപ്പുഴ ഡാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് ശരി വാ നടന്നു പയ്യെ നടന്നു പോവാണ്. കടുവ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇവർ ഡാം കണ്ട കാര്യം പറഞ്ഞ് ഭയങ്കര സംസാരിച്ച് വന്നപ്പോഴത്തേക്കും കടുവ എൻ്റെ മുന്നിൽ പാസ് ചെയ്ത് ഓടിപ്പോവാണ്. അപ്പോൾ കടുവ മാന്തി അതിൻ്റെ രോമം വരാനത് കിടക്കുവാണ്. ആ കിടക്കുന്ന ഭാഗത്തിൽ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് അടുത്തേക്കും പറഞ്ഞു ഇടം കണ്ടാൻ മേടം ഞാൻ പറഞ്ഞതിന് ഒച്ച ഉണ്ടാക്കരുതെന്ന്. കടുവ ചാടിപ്പോയില്ല മേടം കാണാൻ പറ്റില്ലല്ലോ. നോക്കിയപ്പോൾ കിടന്ന ഭാഗം നല്ല ചൂട് അതിൻ്റെ കാര്യം ഇങ്ങനെ മാന്തി അങ്ങനെ കിടന്ന് അതിൻ്റെ രോമം വരാൻ അത് പൊഴിഞ്ഞ് കിടക്കുന്ന ഭാഗം. കാട്ടിൽ കൂടെ നടക്കുമ്പോൾ കടുവ നമ്മളെ കണ്ട വിട്ടുപോകും. കടുവയ്ക്ക് പേടിയാണ്. കടുവ നമ്മൾ ഇന്നവരെ എൻ്റെ അനുഭവത്തിൽ ഇന്നവരെ നമ്മളെ ആക്രമിച്ചിട്ടില്ല. ഇല്ല. കരടിയെ കുറിച്ച് എന്താ പറയാനാണ്? കരടിയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ കരടി നടന്നു പോകുന്ന സമയത്ത് കരടി ഇങ്ങനെ ഈ ചെതൽപ്പുറ്റ് മണ്ണിൻ്റെ അടിയിൽ കാണും. ആ സാധനം ഇങ്ങനെ മാന്തി ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് പോലെ വലിയ കുഴി വെച്ചിട്ടുണ്ടാവും. മറ്റേ ഈ സാധനം ഈ ചെതൽപ്പുറ്റ് ഡങ്ക് ബീറ്റൽ എന്ന് പറഞ്ഞ ഒരു വണ്ടാണ്. ആ ബിറ്റലിനെ മാന്തി ഈ ആനപ്പിണ്ടവും മണ്ണും കൂടെ കൂട്ടിയാണ് ബോൾ പോലെ അതിനകത്ത് ബിറ്റിലിട്ടിരിക്കുന്നത്. അതിനെ കഴിക്കാൻ വേണ്ടി മാന്തി തലയൊക്കെ അകത്തായിരിക്കും. അങ്ങനെ നമ്മളും കാണാതെ പോകുമ്പോൾ അവർ നമ്മളെ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി അറ്റാക്ക് വരുമ്പോഴത്തേക്കും വൈബ്രേഷൻ കിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് കരടിയായിട്ടുള്ള അറ്റാക്ക് ഉണ്ട്. അല്ല ഓടി ഒരു ഏത് മൃഗമായാലും നമ്മളെ ഓടി വന്ന് ചെയ്തിട്ടില്ല. യാതൊരു നമ്മളും കാണാതെ അവരെയും കാണാതെ പോകുമ്പോഴാണ് ഈ കരടിയാണ് കാട്ടിൽ ശരിക്കും ഈ കാട്ടിലെ ഏറ്റവും വലിയ വിഷയം കരടിയാണ്. ഈ കരടിയുടെ മൂക്കലടിച്ചാൽ മതി എന്തോ അവന് പേടിയാന്ന് അങ്ങനെ എന്തോ പറയുന്നത് ശരിയാണോ? അത് അതിന്റെ അടി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഏക്കുകയല്ല. അതിന്റെ ഫ്രണ്ടിൽ മുഖത്ത് അടി നമ്മളെപ്പോഴും ഈ കാട്ടിൽ നടക്കുമ്പോൾ ഒരു അടി കൈ കാണും. അങ്ങനെ വരുമ്പോഴത്തേക്കും അടി അങ്ങോട്ട് കൊടുക്കും മുഖത്തിലിട്ട്. അപ്പൊ അതിനടുത്തേക്ക് ഭയങ്കര ഉണ്ടാകും. അന്നേരം വിട്ടുപോകും. അങ്ങനെയാണ് കരടിക്ക്. ഈ കരടി വരുമ്പോ ചെറിയ മരത്തിൽ കയറിയാൽ വരാമെന്ന് പറഞ്ഞത് ശരിയാണോ? ചെറിയ മരത്തിൽ കയറിയല്ല. എന്താന്ന് ചോദിച്ചാൽ ഈ കൈ ഇങ്ങനെ നമ്മളെ പോലെ മടങ്ങുകയല്ല. അങ്ങനെ പിടിച്ച് കയറാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ പിടിച്ച് ഇറങ്ങുകയും ചെയ്യും. ചിലർ പറയും കരടി മൊത്തം ചാടും വീടും പറഞ്ഞു. ചില കരടി ചാടും തലയും കുത്തി മാറി. ചില കരടി ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കഴിഞ്ഞതിൻ്റെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് കരടി ഒരു മരത്തിൽ കയറി കാ പറിച്ച് നിന്നിട്ട് പോലെ ഇറങ്ങി വരുക. അന്ന് അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് പിന്നെ വേറെ 2 കുഞ്ഞിയും തള്ളയും തേൻ മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അത് ഞങ്ങൾ പോയി തൊട്ടിട്ട് ഞാനും മനസ്സാറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കടുവ ഇതിനെ കണ്ടു. തൊട്ടടുത്ത് മാക്സിമം ഒരു 15 മീറ്റർ ദൂരേ ഉള്ളൂ. ഈ കുഞ്ഞ് പുതിയതായിട്ട് വെച്ച ഒരു തേനായിട്ടില്ല. ഈച്ചയെല്ലാം കൂടെ കുഞ്ഞിനെ കടിച്ചപ്പോഴത്തേക്കും ഭയങ്കര കുഞ്ഞ് കിടന്ന് കയറാന്ന് പറയും. ആ സമയത്താണ് ഞങ്ങളെ കാണുന്നത്. ബാക്ക് സൗണ്ട് വെച്ചപ്പോഴേ കുഞ്ഞ് കയറി അതിന്റെ പുറത്ത് കയറി ഞങ്ങളെ കണ്ടപ്പോൾ അത് 2 കൂടെ ഓടിപ്പോയി. ഈ കടുവ കരടിയെ ആക്രമിക്കും. ഇവൻ 2 കാലം എണീറ്റ് നിൽക്കുന്ന സാധ്യതയൊക്കെ കുറവാണ്. എന്നാലും യാദൃശ്യമായിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മാന്തി പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കയറി യാദൃശ്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അല്ലാതെ ഡയറക്റ്റായിട്ട് കയറി പിടിക്കുകയല്ല. ഇവന്റെ നഖം വലുതാണല്ലോ അല്ലേ? ഭയങ്കരമായിട്ട്. അങ്ങനെയാണ് കൂടുതൽ. ആനയോ കാട്ടിക്കട ആന നടക്കുമ്പോൾ നമ്മളെന്താ ഒരു ആന നടക്കുമ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ആന അവിടെ നിൽക്കുന്നു. നമ്മൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കാൻ നിൽക്കണമെങ്കിൽ സ്വല്പം മാറി വേറെ വഴി മാറി അങ്ങോട്ട് പോകും. അല്ല നമ്മളെ ഓടിച്ച് ആക്രമിക്കാൻ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പണായി കൂടെ പെട്ടെന്ന് ഓടുകയും ചെയ്യരുത്. കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ മരത്തിനെ കൂട്ടി പെട്ടെന്ന് ഓടി മറിയുവാണെങ്കിൽ ഈ ആനയ്ക്ക് ഭയങ്കര തലയ്ക്ക് ഭാരമാണ്. ഹെവി വെയിറ്റ് ആണ് തലയ്ക്ക്. സഡൻ ടേൺ ചെയ്യത്തില്ല. അതേ സമയത്ത് നമ്മൾ ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് വെട്ടിച്ച് നമ്മൾ ഓടാൻ പറ്റും. ആനയ്ക്കാണ് ഓടാൻ പറ്റില്ല. അങ്ങനെ വെട്ടിച്ച് ഓടുമ്പോഴത്തേക്കും സഡനെ ഓടുകയല്ല, നേരെ ഓടും. അങ്ങനെയാണ് ആനയോട്ടുള്ള കേസ്. ഒരു കാട്ടുപോത്ത് ഇപ്പം നമ്മളങ്ങനെ പോകുമ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒറ്റ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓടി വന്ന് ആക്രമിക്കാൻ വരുമെന്ന് വെച്ചോ, നമ്മളൊരു മരത്തിനെ മറന്നു കഴിഞ്ഞാൽ വന്നവർ നേരെ അങ്ങ് പോകത്തുള്ളൂ. ഓടി തിരിച്ചു വന്ന് നമ്മളെ കുത്താനും വരില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അനുഭവത്തിൽ. ഈ ആനയ്ക്ക് കാഴ്ചശക്തിയും കുറവല്ലേ? അതുകൊണ്ട് അത് മാക്സിമം 30 മീറ്റർ വരെ ദൂരെ കാഴ്ച കിട്ടുള്ളൂ. കിട്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ള ഡ്രസ്സ്, മഞ്ഞ,
ചുവപ്പ് ഇങ്ങനെയുള്ള കേസ് കേട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ആ അതിന് പെട്ടെന്ന് ദൂരക്കാഴ്ച കിട്ടും. കിട്ടും. ഈ 30-60 മീറ്റർ വരെ കിട്ടും. ആ അപ്പോൾ അതിനാണ് നമ്മൾ കാട്ടിക്കൂടുമ്പോൾ ഇതുപോലത്തെ ഡാർക്കായ ഡ്രസ്സുകൾ ഇടണമെന്ന് പറയുന്നത്. പറയുന്നത്. ഇത് മൃഗങ്ങൾക്ക് 2 കളറേ ഉള്ളൂ, വൈറ്റും ബ്ലാക്കും ഉള്ളൂ. ബ്ലാക്കാണ് മെയിനായിട്ട് ഉള്ളത്. ആ നോക്കുമ്പോൾ ആ 2 കളറേ കാണുള്ളൂ. ആ കളറാണ് ഇപ്പം ചുവപ്പ് കണ്ടാലും മഞ്ഞ കണ്ടാലും വെള്ളയായിട്ട് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് കണ്ണിന് അസ്വസ്ഥത വരുന്നത്. അതിൻ്റെ അതാണ് ഓഹോ ഹോ. വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളാണെങ്കിൽ ഇപ്പം തന്നെ നല്ല തൊട്ടടുത്ത് നിന്ന് ആനയെ കണ്ടത്. ഉണ്ട്. അതെ. കാറ്റിങ്ങോടാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആന നമ്മൾ അങ്ങോട്ട് നിൽക്കുന്ന ആനയുടെ സൈഡിലോട്ട് കാറ്റ് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് സ്മെല്ല് പിടിച്ച് നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ മാറിപ്പോവും. അല്ലെങ്കിൽ മാറിപ്പോവും. അതേസമയത്ത് ഓപ്പോസിറ്റിലാണെങ്കിൽ നമ്മൾ 30 മീറ്റർ 20 മീറ്റർ വരെ ആന എടുത്ത് കണ്ടാലും ആന നമ്മൾ കാണില്ല. കാണുക. അതാണ് എപ്പോഴും മാക്സിമം കാണുന്നു. പുലിയാണെങ്കിലോ? പുലിയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ കാട്ടിനകത്ത് ഇന്നവരെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഇല്ല. ലെപ്പടലെല്ലാം ആണുങ്ങളെ കാണുമ്പോൾ ഓടും. കണ്ടു കിട്ടാനും പാടാണ്. അതെ, കണ്ടു കിട്ടാനും പാടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മരത്തേക്ക് പുലി ഇരിക്കുക, നമ്മൾ കാണത്തില്ല, അത് നമ്മളെ കാണും. കടുവായാലും തന്നെ നമ്മളൊരു 10 പ്രാവശ്യം കാണുമ്പോഴാണ് ഒരു പ്രാവശ്യം അതിനെ നമ്മൾ കാണുന്നത്. അതിന് പയ്യെ ഈ കടുവ എന്ന് പറഞ്ഞാൽ പയ്യെ നടക്കുന്നത്. നമ്മൾ നടന്ന ഈ കാട്ടിന് സൗണ്ടൊക്കെ കാട്ടും. അത് നടന്നാൽ ഒരു സൗണ്ട് കിട്ടും. അവന്റെ കാലം പ്രത്യേകം നോക്കും, പ്രത്യേകം പയ്യെ വെക്കുള്ളൂ. പൂച്ച നടക്കുന്ന ഈ ട്രക്ക് പാത്തിക്ക് കൂടുതൽ നടക്കുള്ളൂ അല്ലേ? ആ കൂടുതൽ നമ്മൾ മനുഷ്യൻ നടക്കുന്ന പോലെ മൃഗം നടക്കുന്നത് ആ വഴി കൂടെ നടക്കുള്ളൂ. മൃഗം ഏത് ചാണ്ടി നടക്കുന്നു അതിന് കുറേ പാല് നടക്കുള്ളൂ. നമ്മൾ രാവിലെ പോയപ്പോൾ അവിടെ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇതിനെ കിട്ടണമെങ്കിൽ അതാണ് ദൈവത്തിനെ കാണുന്ന പോലെ സാധനം വളരെ റെയറാണ്. ചില ഭാഗ്യമുള്ള ഗസ്റ്റുകളുണ്ട്. ചിലർ എനിക്ക് ആനയെ കാണുന്ന അവർ ആനയെ കാണത്തില്ല. ചിലർ പറയും എനിക്ക് കടുവയെ കാണുന്നത്, അവർ കടുവയെ കാണത്തില്ല. എന്നാൽ ഇതൊന്നും വേണ്ടാവോ, നമുക്ക് ചുമ്മാ കാട് കണ്ട് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വരുമ്പോഴത്തേക്കുണ്ട് ഇല്ലാത്ത സാധനം എല്ലാം കാണും. അതാണ് ഈ കാടുമായിട്ട് അവരുമായിട്ടുള്ളൊരു കേസ് കേട്ടോ. പിന്നെ എന്നാ നമുക്ക് കാട്ടിലെ ഉള്ള അനുഭവം എന്നാ പണ്ടിയണ്ണൻ്റെ കാട്ടിലുള്ള? എൻ്റെ കാട്ടിൽ ഞാൻ പാട്ടിലെ പണ്ടത്തെ കള്ളന്മാർ വേട്ടക്കാരൊക്കെയായിരുന്നു. എത്ര കൊല്ലം വേട്ടയുണ്ടായിരുന്നു? എനിക്കൊരു 10-20 വയസ്സുള്ളപ്പം തുടങ്ങിയാണ്. കാട്ടിൽ വേട്ടയാടാനും മരം വെട്ടാനും അങ്ങനെയുള്ള കേസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്കൊരു ചെറിയൊരു സാലറി തന്നിട്ട് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടും കാടിനെ സംഭരിപ്പിക്കുക, അങ്ങനെ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നുണ്ട്. ടാക്കറ്റ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയിലെ തെക്കടി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ് 26 വർഷം മുമ്പ്. 26 വർഷമായി കാട്ടില്. ഈ കാട്ടില് ആദ്യമേ തുടങ്ങിയത് അഡ്വഞ്ചർ ട്രക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ് എന്നാണ് എൻ്റെ പേര്. രണ്ടാമത് വരുന്നപ്പം ടൈഗർ ട്രെയിൽ എന്ന് പേര് മാറ്റി. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ഗസ്റ്റിനെ കൊണ്ടുവരുന്നു. അവർ തരുന്ന സാമ്പത്തികം കൊണ്ട് ഞങ്ങൾക്ക് സാലറി ആയിട്ട് എടുക്കുന്നു. 26 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ച് ഇന്നുവരെ ഗസ്റ്റുകളെ നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുപോകും. നമ്മൾ പറയും അതുപോലെ കാട്ടിക്കൂടെ നടക്കുമ്പോൾ ഉണ്ടാതെ നടക്കണം, ശാന്തമായിരിക്കണം. ചിലർ ഇക്കരിച്ച് പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മൾ ധാരണ ചെയ്ത് കൊണ്ടുപോകണം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും. ഈ വേട്ടയായിരുന്ന സമയത്തൊക്കെ രാത്രിയിൽ കാട്ടിക്കൂടെ കയറില്ലേ? ഞങ്ങൾ കാട്ടിക്കൂടെ പോവുള്ളൂ, രാത്രിയിലേ പോവുള്ളൂ, പകലൊന്നും പോകാറില്ല. കാട്ടിക്കൂടെ രാത്രി ടോർച്ച് പോലും അടിക്കുകയല്ല. അപ്പോൾ ആനയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ആനയൊക്കെ വന്നാൽ അവർക്ക് സൗണ്ട് കേൾക്കാൻ ഞങ്ങൾ ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ പോകുന്നു നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കുള്ളൂ. അപ്പോൾ ആന അവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങളവിടെ മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് വെക്കും. ചില ആന ഓടിക്കുന്ന ആന കാണും, ഞങ്ങൾ മാറിപ്പോകുന്നത്. ഒച്ച ചില ഓടുന്ന ആനയൊക്കെ ഓടും. പക്ഷേ അന്ന് വേട്ടയുള്ള സമയത്ത് മനുഷ്യന് ഭയങ്കര പേടിയാണ് ആനയ്ക്ക് ഭയങ്കര പേടിയാണ്. നമ്മുടെ മനുഷ്യന് സൗണ്ട് കേട്ട് ആന ഓടും. ഇപ്പം അങ്ങനെയല്ല. അപ്പം ആന മനുഷ്യനെ കണ്ട് പഠിച്ചു പോയി. അത് കാരണം ഇപ്പം ആനയ്ക്ക് യാതൊരു മനുഷ്യനും പേടിയില്ലെന്ന് മാറിപ്പോയി. മെയിനായിട്ടുള്ളതാണ്. ഈ കരടി ഇങ്ങനെ കടിച്ചു തിന്നില്ല, അതിനെ ഇങ്ങനെ ചുണ്ടിങ്ങനെ നീർന്ന് അടിത്താട എന്തോ അങ്ങനെ എന്തോ ഒരു ഇതില്ലേ? അടിത്താടയ്ക്ക് കട്ടി കുറവാണോ? ഈ ഭാഗം ഇവിടെ ഈ ഫ്രണ്ട് ഭാഗം, ഈ വെള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്താണ് കട്ടി കുറവ്. ബാക്കിയുള്ള ഭാഗത്ത് അതിൻ്റെ രോമക്കെട്ടും ഇതൊക്കെ ഭയങ്കര. അവൻ ഈ മണ്ണിൽ മാന്തുമ്പോൾ അവന് മൂക്കി കയറത്തില്ല പൊടിയൊന്നും. അപ്പം മണ്ണും അവൻ കൈ കൊണ്ടാണ് മാന്തുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ മണത്തുന്നത് ശരിക്കും വലിച്ചു. അപ്പോൾ ശ്വാസം വലിക്കും കയറില്ലേ? ശ്വാസം വലിക്കും അങ്ങനെ
ഇല്ല. അത് ചീറ്റും ആ ചീറ്റും ആ ആ ഭയങ്കര ചീറ്റും ചീറ്റും. ആകെ പോകും. ആ ഈ കൈ കൊണ്ട് മാന്തി അവൻ തള്ളും പുറം തള്ളും. പുറന്തള്ളു. അതിനെ കറക്റ്റ് ആ ബോൾ മാത്രം എടുത്ത് പൊട്ടിച്ചിട്ട് വെളിയിൽ വെച്ചിട്ട് പൊട്ടിച്ചാണ്. അല്ല അകത്ത് വെച്ചാൽ കുഴിക്കകത്ത് വെച്ചാൽ കഴിക്കുക. വെളിയെടുത്തിട്ട് ആ ഡങ്ങി വീട്ടിൽ രണ്ടായിട്ട് പൊട്ടിക്കും. തേങ്ങ ചേട്ടേക്കാളും ഭയങ്കര കട്ടിയാണ് ഈ സാധനം. ഈ ഓടിന് ഈ മറ്റേ ആനപ്പിണ്ടോ മണ്ണോ ഉണ്ടാക്കിയത് ഭയങ്കര സ്ട്രോങ് ആണ്. ബിറ്റിൻ്റെ ബോളിന് അത് രണ്ടായിട്ട് അടിച്ച് പൊട്ടിച്ച് രണ്ടായിട്ട് പൊട്ടിക്കും. ഇത് ആ ബിറ്റിലെടുത്താണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതും പോലെ. ഇന്നിപ്പോൾ നമ്മൾ 3 ട്രക്കിങ്ങിലും നമ്മൾ കരടിയെ കണ്ടു. ഇന്നലെ കണ്ടു, ഇന്ന് രാവിലെ കണ്ടു, ഇന്ന് കണ്ടു. വൈകുന്നേരത്തെ കാലം വീഴ്ചകൾ എടുക്കാൻ നമുക്ക് കിട്ടിയില്ല. കാരണം ആനയെ കണ്ടുകൊണ്ടൊന്നും മേലേക്ക് ഓടിപ്പോയി. പക്ഷെ അതേ സമയത്ത് കിട്ടുമായിരുന്നു. പക്ഷെ ആന അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. സാഹചര്യമായിപ്പോയി. ആന തൊട്ടടുത്ത് നിൽക്കുകയാണല്ലോ. 10-20 മീറ്റർ ഇല്ല അവിടെ ആന നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ ക്ലിയർ എടുക്കാം. പയ്യെ പുറകെ പിടിച്ചാൽ എങ്ങനെയും എടുക്കാം. ഒരു മൃഗവും ഇന്നവരെ എൻ്റെ അനുഭവത്തിൽ, കാരണം ഞാൻ കാട്ടിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ അപ്പന്മാർ അവരൊക്കെ ഇവിടെ കാട്ടിനകത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല. അത് പേടിച്ചിട്ട് വരുന്ന നമ്മളും പേടിക്കും, അവരും പേടിക്കും. അങ്ങനെയാണ് കൂടുതൽ ആക്രമണം ഉണ്ടാകും. അപ്പം ഞാനാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരുപാട് തവണ ഒത്തിരി തവണ കാട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു അനുഭവം അതാണ്. ഒരിക്കലും ഒരു മൃഗവും മാറിപ്പോകത്തേ ഉള്ളൂ. നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോവും നമ്മളെ കാണുമ്പോൾ. പിന്നെ പേടിച്ചിട്ട് വരുന്ന മുന്നിൽ പെടുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമാണ് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്. ശരിക്കും ആനയും കരടിയുമാണ് കാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള മൃഗം ഓടിയോ നമ്മൾ ഇതാണെങ്കിൽ പമ്മി ഉറങ്ങുന്ന പോലെ ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആന കിടന്ന് ഉറങ്ങി നല്ല കൂർക്കം വരും. ആ കൂർക്കം നമ്മളെങ്ങനെ ബോട്ട് ഓടിക്കുന്ന ഒരു സൗണ്ടാണ് ആണ് കൂർക്കം വലിക്കുന്നത്. ആ ഭാവമൊക്കെ നമ്മൾ കണ്ടോട്ട് അവിടെ ആനയുണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കാതും മൂക്കും കണ്ണുമാണ് നമ്മുടെ മെയിൻ കാട്ടിക്കൂടി നടക്കുമ്പോൾ. അങ്ങ് അശ്രദ്ധ പാടില്ല. അതാണ് നമ്മൾ കാട്ടിക്കൂടി നടക്കുമ്പോഴത്തേക്കും പുറകെ ഒരു ഇഷ്ടമെന്നാലും അത് നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, എൻ്റെ ശ്രദ്ധ മാറിപ്പോകും. ഇവരൊച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കും അവരെ ശ്രദ്ധ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. ഇപ്പം നമ്മൾ കാറ്റിൻ്റെ ഒക്കെ എങ്ങനെ മനസ്സിലാക്കും? കാറ്റ് അപ്പം അവിടെ ഒരു ആന അവിടെ നിൽക്കുക. കാറ്റ് അവിടെ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ആ സ്മെല്ല് നമുക്ക് കിട്ടും. അല്ല, നമ്മൾ കാറ്റ് എങ്ങോട്ടാന്ന് എങ്ങനെ മനസ്സിലാക്കും പെട്ടെന്ന്? ഇപ്പം ഞങ്ങൾ വീടിയൊക്കെ വലിക്കുന്നവരാണ്. ചിലപ്പം ഒരു ഇല എടുത്ത് കാണിക്കും, അല്ലേ പറ്റിയത അല്ലെ പൊടി കാണിക്കും, മണ്ണ് വാരിയിടും. ചിലപ്പം ചില സ്മോക്ക് ചെയ്ത ഒരാൾ വീടിയൊക്കെ ഞങ്ങൾ കാണും. അതെടുത്ത് ഊതി നോക്കും, അങ്ങനെ കത്തി ഊതി നോക്കും. അതിൽ ലൈറ്റ് തീപിടി കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കും എങ്ങോട്ടാണ് അതിൻ്റെ ചായ വീട്ടുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ കാട്ടിലൂടെ പോകാനായിട്ട്. ആനയെടുത്ത് പോകുമ്പോൾ മാത്രം വളരെ ശ്രദ്ധിച്ചു വേണം. ഇപ്പം നമ്മൾ ഓപ്പൺ ഏരിയ കൂടി ആണെങ്കിൽ വിഷയമില്ല, അങ്ങോട്ടൊക്കെ ടെക്നിക്ക് മാറാം. അതേ സംബന്ധിച്ച് തെരുവപ്പുല്ല് ആനപ്പുല്ല് ഒന്നോട് ഈ എലഫന്റ് ഗ്രാസ് എന്ന് പറയുന്ന സാധനം നമ്മളെക്കാളും ഭയങ്കര കഴിച്ചു. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് മാത്രമാണ് വളരെ ശ്രദ്ധ വേണ്ട. അപ്പൊ അന്നേരത്തേക്ക് നമ്മൾ മുന്നേ പോകുമ്പോഴത്തേക്കും സ്റ്റാപ്പിനെ ഒരു 10 മീറ്റർ പുറകിലെ വെസ്റ്റുപാട്ട് നിർത്തുള്ളൂ. നമ്മൾ പോയിട്ട് നമ്മുടെ സുരക്ഷിതയാണെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ എന്തൊരു പല പ്രാവശ്യം മനസ്സിലാക്കിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾ കവളപ്പാറ വീട് കയറുമ്പോൾ 4 സ്ഥലത്ത് ആന വിനഞ്ഞ് ഞങ്ങൾ. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡാം കാണണമെന്ന് പറയുന്നു. പോകാനായിട്ട് മാറി ഞങ്ങൾ പോയി നോക്കി, രക്ഷയില്ല, എല്ലായിടത്തും ആനയാണ്. പിന്നെ അവർ തന്നെ മറച്ചു, വേണ്ട ചേട്ടാ നമ്മൾ തിരിച്ച് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുക. അല്ല, റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. മാക്സിമം നമ്മൾ തന്നെയല്ലല്ലോ, നമ്മളെ മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവർ നോക്കണം. അതുകൊണ്ടാണ് അവർ പറയും ശരി പോകാൻ ചേട്ടാ എങ്ങനെയാ മാഡം അവർ അനുഭവം കണ്ടു കഴിഞ്ഞ് മറിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചേട്ടാ നമുക്ക് തിരിച്ച് പോയേക്കാം ചേട്ടാ. അതൊക്കെയാണ് നമ്മുടെ കാടനുഭവങ്ങൾ. കാടിൻ്റെ അനുഭവം. ഓക്കെ, താങ്ക് യു.